നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ നമ്മുടെ ആ ഒരു TVS Apache RR 310 റിവ്യൂ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടി ഓൾമോസ്റ്റ് ഒരു 3.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിരുന്നു. അപ്പോൾ അതിൽ പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് GT-യുടെ റിവ്യൂ ഇടാത്തത്, അല്ലെങ്കിൽ TVS വെറുതെ എന്ന വണ്ടി ആയതുകൊണ്ടാണ് ആ വണ്ടിയുടെ റിവ്യൂ മാത്രം ഇടാത്തത്. GT-യുടെ റിവ്യൂ ഓൾറെഡി ഇട്ടത് കേട്ടോ. പണ്ട് എപ്പോഴും ഞാൻ പഴയ വണ്ടികളുടെ സമയത്ത് റിവ്യൂ ആയിട്ടില്ല, ജസ്റ്റ് വണ്ടീനെ പരിചയപ്പെടുന്ന വീഡിയോ ഇട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഏതെങ്കിലും വിശദമായിട്ട് എന്താണ് GT, കഴിഞ്ഞ എപ്പിസോഡിൽ പോലെ തന്നെ സാധാരണക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിൽ നമുക്ക് പരിചയപ്പെടുത്താം. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ബെനലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, ബെനലി എന്ന് പറഞ്ഞ ഇറ്റലിയുടെ കമ്പനിയാണ്, ഇറ്റാലിയൻ കമ്പനി, ഇപ്പോൾ ചൈനക്കാർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബെനലി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ കമ്പനിയുടെ GT 600 GT എന്ന് വെച്ചാൽ ഗ്രാൻഡ് ടൂറർ, ലോങ് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി എടുക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിന് ഏകദേശം 8 ലക്ഷത്തിന് മുകളിൽ വില വരും. 8 ലക്ഷത്തിനും 9 ലക്ഷത്തിന് ഇടയിലാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് കേരളത്തിൽ. 8 ലക്ഷം രൂപ മുടക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്നാമത് ഇതുപോലുള്ള വണ്ടികൾ സൂപ്പർ ബൈക്സ് എന്ന സെക്ഷനിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ 600 cc വരുന്ന വണ്ടികളാണ്. ഇതുപോലുള്ള വണ്ടികൾക്ക് പവർ ഭയങ്കര കൂടുതലായിരിക്കും. സാധാ വണ്ടിയേക്കാളും സാധാ നോർമൽ വണ്ടികളേക്കാളും പവറും അതുപോലെ അതിൻ്റെ സൗണ്ടും ഭയങ്കര കൂടുതലായിരിക്കും. വെയിറ്റും കൂടുതലായിരിക്കും. ഇതിന് 260 ആ റേഞ്ചിൽ വെയിറ്റ് വരുന്നത് മുഴുവനായിട്ടും ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ നമുക്ക് താങ്ങാൻ കുറച്ച് പാടാണ്. പിന്നെ ഒരു കാര്യം, എൻജിൻ കണ്ടോ നിങ്ങൾ? എൻജിന് ഇവിടെ റേഡിയേറ്റർ വരുന്നുണ്ട്. ഇപ്പം ചെറിയ വണ്ടിക്കൊക്കെ റേഡിയേറ്റർ വരുന്നുണ്ട്. പക്ഷേ ഈ എൻജിന് 4 എക്സോസ്റ്റ് ഉണ്ട്. അതിൻ്റെ 310 ഒരു എക്സോസ്റ്റേ ഉള്ളൂ. എക്സോസ്റ്റ് എന്ന് വെച്ചാൽ ഈ പൈപ്പ് സൈലൻസർ എന്ന് പറയും നമ്മൾ ഇതിൽ. അപ്പോൾ 4 സൈലൻസർ വരാൻ കാണാം. ഇതിനകത്ത് 4 പിസ്റ്റൺ ഉണ്ട്. ഈ എൻജിൻ്റെ ഉള്ളിൽ 4 പിസ്റ്റൺ ഉണ്ട്. 4 പിസ്റ്റൺ, 4 ഹെഡ് ഉണ്ട്. ഈ 4 എണ്ണം വർക്കായിട്ട്, 4 സെപ്പറേറ്റ് ആണ് വരിക. 4 എണ്ണം വർക്കായിട്ടാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ മലയാളത്തിൽ തനി നാടൻ ഭാഷ പറഞ്ഞാൽ 4 എഞ്ചിനുള്ള വണ്ടി എന്ന് വെച്ചാൽ എഞ്ചിൻ കേസ് മൊത്തത്തിൽ ഒന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ പിസ്റ്റണൊക്കെ വരുന്ന എഞ്ചിനില്ല, അത് 4 എണ്ണം ഉണ്ട് കേട്ടോ. അത് പിന്നെ ഇൻലൈൻ എഞ്ചിനാണ്, അതുകൊണ്ട് നല്ല സൗണ്ടായിരിക്കും. പിന്നെ വില എന്ന് പറയുക അതാണ് മെയിനായിട്ട്, എഞ്ചിൻ്റെയാണ് മെയിനായിട്ട് പറഞ്ഞത്. 600 cc എഞ്ചിനാണ്. സംഭവം സൂപ്പർ കേട്ടോ. നമ്മൾ എടുത്തിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ആ സൗണ്ടും കാര്യങ്ങളും വെയിറ്റൊക്കെ വരുമ്പോൾ പിന്നെ ഭയങ്കര സംഭവം. പിന്നെ ഇതിന് സ്പീഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടീനെ കൂടെ ഓടിയിട്ടില്ല, പക്ഷേ ഇതിന് 600 ആയിക്കൊണ്ട് 250 ഞാൻ സ്പീഡ് കയറിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. അത് ബാംഗ്ലൂർ ഇലക്ട്രോണിക്സ് ബ്രിഡ്ജിൻ്റെ മുകളിൽ. ആ വീഡിയോ യൂട്യൂബിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാനത് ഹൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ വണ്ടീനെ കൊണ്ട് കേരളത്തിൽ അത്ര വലിയ ഓട്ടമൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ള വണ്ടികളുടെ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ സീറോയിൽ നിന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ആകുമ്പോഴേക്കും നമ്മൾ 150 ഒക്കെ കിടക്കാം. അതുപോലെ അതേ സ്പീഡിൽ നമുക്ക് ഡൗൺ ആവുകയും ചെയ്യാം. അതാണ് ഈ സൂപ്പർ ബൈക്സിൻ്റെ ഒരു വലിയൊരു മെച്ചം എന്ന് വെച്ചാൽ കേരളത്തിലെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം മെച്ചം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് നോർമൽ വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് എടുത്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. കർണാടക രജിസ്ട്രേഷനാണ്. എൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട്. കർണാടക രജിസ്ട്രേഷൻ കേരളത്തിലേക്ക് മാറ്റാൻ പറ്റില്ല, കർണാടകത്തിലേക്ക് തന്നെ മാറ്റണം. കേരളത്തിലേക്ക് മാറ്റാൻ പറ്റും, പക്ഷേ ചിലവ് കൂടുതൽ കേട്ടോ. അപ്പം അവിടെ ഒരു 2500 രൂപ കൊടുത്ത് അവിടുത്തെ ഒരു അഡ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കർണാടകത്തിലേക്ക് മാറ്റി തരാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഫ്രണ്ട് ടയർ ഇട്ടത് ടിംസനാണ്. ടിംസൻ്റെ ടയറാണ് ഫ്രണ്ടിലുള്ളത്, പുതിയ ടയറാണ്. ബേക്കിലുള്ളത് പിരേലിൻ്റെ ടയറാണ് പുറകിലുള്ളത്. പിന്നെ അതുപോലെ എക്സ്ട്രാ ആക്സറീസ് എന്ന് പറഞ്ഞാൽ ഇതിന് റാമൗണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, റാമൗണ്ട് ഉണ്ട്. പിന്നെ മിറേഴ്സ് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുന്നത് എക്സോസ്റ്റാണ്. ഈ സൈഡ് കാണാം, ഐക്സിലെ 60 എന്ന് പറഞ്ഞ എക്സോസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഐക്സിൽ ഉപയോഗിക്കുമ്പോൾ നിയമപരമായിട്ട് തെറ്റുണ്ടോ എന്ന് വെച്ചാൽ ഒരു കാര്യം, ഈ ബെനലി എന്ന് പറഞ്ഞ വണ്ടി, ഈ കമ്പനികളുടെ ബെനലിയുടെ വണ്ടികൾക്ക് കമ്പനി ഓതറൈസ്ഡ് ആയിട്ട് അവർ ഐക്സിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇറങ്ങിയ സമയത്ത് 2005, 2016 കാലഘട്ടത്തിൽ ഈ ഐക്സിൽ എക്സോസ്റ്റ് ഇട്ടിയ വണ്ടികൾക്ക് അവർ എഞ്ചിൻ വാറണ്ടിയും കൊടുക്കാറുണ്ട് ആ സമയത്ത്. പിന്നീട് നിയമങ്ങൾ മാറിയതുകൊണ്ടാണ് അവർ മാറ്റിയത്. പക്ഷെ ഇപ്പോഴും പല വണ്ടികളും ഐക്സിൽ എക്സോസ്റ്റിന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഈ വണ്ടിയിലും ഐക്സിൽ എക്സോസ്റ്റ് വന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ക്രാഷ് കാർഡ് പലരും പറയുന്നുണ്ട് ഭയങ്കര വൃത്തിയായിട്ട് ക്രാഷ് കാർഡ് എന്ന് പറയുന്നത്, കാരണം പുറത്തേക്ക് വല്ലാണ്ട് തള്ളി വെക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ടൂറിംഗ് വെഹിക്കിളാണ്. നമുക്ക് ഓഫ് റോഡൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും. പക്ഷേ ഓഫ് റോഡ് വലിയ കൺട്രോളും പ്രതീക്ഷിക്കേണ്ട. അവിടെ ABSോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇൻ കേസ് വീണാൽ തന്നെ നമ്മൾ ഇതുപോലുള്ള വണ്ടികൾ നമ്മളെന്താ ചെയ്യണമെന്ന്, വണ്ടി അങ്ങ് ചാടിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടുള്ളൂ. കാരണം വണ്ടി ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ താങ്ങിക്കോളും. പക്ഷേ വീണ് കഴിഞ്ഞാൽ പൊക്കാൻ ഒരാളും കൂടി വേണം, അതാണ് കുഴപ്പം. പക്ഷേ 260 കിലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൊക്കാൻ കുറച്ച് പാടാണ്. എന്നാൽ അതിന് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റ് നിന്നിട്ട് നമുക്ക് പൊക്കിയെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ ബെനലി GTയുടെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കേട്ടോ. വേറെ അതിൽ ഞാനൊന്നും മിസ്സായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പറഞ്ഞല്ലോ 600 cc എഞ്ചിനാണ്, അതൊക്കെ ഞാൻ പറഞ്ഞു. വേറെ ഒന്നും മിസ്സായിട്ടില്ല. അപ്പം ഇനി നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഓടിച്ചിട്ട് നമുക്ക് ഈ 8 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് റൈഡിങ് കംഫർട്ടാണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ സൗണ്ട് കേട്ടോ, എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ആ സൗണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം. സൗണ്ട് കേൾക്കുന്നതിന് മുമ്പ് ഇത് ഐക്സിൽ എക്സോസ്റ്റ് ആണ്. ഇതിൻ്റെ ഈ മഫ്ലറാണ് ഇതിനുള്ളിൽ കിടക്കുന്നത്. മഫ്ലർ അഴിക്കാതെയാണ്. ഈ മഫ്ലർ അഴിച്ചു കഴിഞ്ഞാൽ ശബ്ദം കുറച്ചും കൂടി കൂടും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിന് സൗണ്ട് ഞാൻ കേൾപ്പിച്ചിടാം കേട്ടോ. ആക്സിലേറ്റർ ഒന്നും കൊടുത്തിട്ടില്ല, റണ്ണിങ്ങിൽ തന്നെയുള്ളത്. ആ സൗണ്ട് കേട്ടോ. എല്ലാവരും ഹെഡ്ഫോൺ
ഫോണൊക്കെ ചെവിയിൽ മാറ്റി വെച്ചോട്ടെ, കാരണം ഭയങ്കര സൗണ്ട് വരും അങ്ങോട്ട്. ഇനി ഓവർ സൗണ്ട് കൊടുക്കാതെ നമ്മൾ തന്നെ നാട്ടുകാരെ വെറുപ്പിക്കേണ്ട വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സൗണ്ട് വരും. അപ്പോൾ ഇതൊരു നമ്മൾ എടുത്തിട്ടൊരു സ്പീഡിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റൈഡൊക്കെ ചെയ്യുമ്പോൾ ഇതിലും നല്ല സ്മൂത്തായിട്ട് സൗണ്ട് വരും. നമുക്കതിൽ വണ്ടിയിൽ കയറി നോക്കാം കേട്ടോ. പിന്നെ ABS ഒന്നും ഇല്ല, ഫ്രണ്ടും ബേക്കും ഒന്നും ABS ഇല്ല. 2015 മോഡലാണിത്. 2015 മാനുഫാക്ചർ ചെയ്ത മോഡലാണ്. 2015 അവർ മാനുഫാക്ചർ നിർത്തിയിരുന്നു. 2016, 2017 വണ്ടി രജിസ്റ്റർ ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇന്ത്യയിൽ കമ്പനി 2015-16 ടൈമിൽ മാത്രമേ വണ്ടി നിർമ്മിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് പിന്നെ ഇങ്ങോട്ടേക്കുള്ള വണ്ടികൾ ഇട്ടാനും പാടാണ്. പുതിയ വണ്ടികൾ നിലവിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് മേലെ റൈഡ് ചെയ്യാം അല്ല. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ 310 ഞാൻ ഇവിടെ ഒന്നും മൊബൈൽ ഹോൾഡറൊന്നും വെച്ചില്ലായിരുന്നു. കാരണം മൊബൈൽ നമുക്ക് കംപ്ലീറ്റ് ഡിസ്പ്ലേയിൽ അറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മൊബൈൽ ഹോൾഡർ വെക്കണം. കാരണം ഡിസ്പ്ലേ അങ്ങനത്തെ ഡിജിറ്റലൊന്നും ഇല്ല കേട്ടോ, പഴയ ടൈപ്പ് ആ ഒരു മൊബൈൽ ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ സ്റ്റാർട്ട് ഗിയറൊക്കെ ഇടാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ എല്ലാ പുതിയ വണ്ടിക്കൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആട്ടോ. ഇതുകൊണ്ട് ഈ ക്ലച്ചല്ല, സോറി, ഈ ഒരു ഡിസ്കിൻ്റെ ഡെലിവറല്ല, അഡ്ജസ്റ്റബിൾ ആണ്. അത് കമ്പനി വരുന്നത് തന്നെയാണ് അങ്ങനെ വരുന്നത്. പിന്നീട് നമുക്ക് പുതിയതിനൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യാനും പറ്റും. മെല്ലെ പോവാം. ഈ വണ്ടി 14,101 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സൗണ്ട് കണ്ടോ, നല്ല പവറാണ്. നല്ല പവർ എന്ന് വെച്ചാൽ വണ്ടി എടുത്ത് കയറുമ്പോഴൊക്കെ നല്ല സ്പീഡിൽ പോകും. കണ്ടോ, ഈ ഒരു ലെവലാണ് വണ്ടിക്ക്. ഞാൻ ഓവർ സ്പീഡ് എടുക്കുന്നില്ല, കാരണം ഓവർ സ്പീഡ് നമ്മുടെ നാട്ടിലത്തെ റോഡുകളിൽ ഓവർ സ്പീഡ് എടുക്കാൻ നിൽക്കുന്നത് നല്ലത്. ഇപ്പം പ്രത്യേകിച്ച് വണ്ടികളൊന്നുമില്ല. അപ്പം ഒരു ഫസ്റ്റ് നിന്ന് സെക്കൻഡിലേക്ക് തട്ടി, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് തട്ടി പോകുമ്പോൾ ആ ഒരു സൗണ്ടില്ലേ, അതാണ് ഈ വണ്ടിയുടെ മെയിൻ. അത് സൂപ്പർ ബൈക്സിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. നിലവിൽ നമുക്ക് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു 600cc സെഗ്മെൻറ്റിൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് സൗണ്ട് ഉള്ളത് ഈ ഒരു ബെനലിയുടെ 600 ആണ്. 600iയും 600GTയും. 600iക്ക് 2 എക്സോസ്റ്റ് വരുന്നുണ്ട്, 600GTക്ക് 1 ഉണ്ടോ. പിന്നെ അതുപോലെ ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ സാധാരണ ഇപ്പം സൂപ്പർ ബൈക്സ്, ഓക്കെ, ഇപ്പോൾ ഹാർലി ഡേവിഡ്സനൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിൽ തന്നെ മൂവ് ചെയ്യണം. അത് മൂവ് ചെയ്തിട്ട് ഇത്ര സ്പീഡ് എത്തിയാൽ മാത്രമേ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. ഗിയർ ലോക്കാവും, അല്ലെങ്കിൽ ചക്ക സൗണ്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഫസ്റ്റിലുള്ളത് കണ്ടോ, ഫസ്റ്റിലുള്ളത് സെക്കൻഡിലേക്കിട്ട്, തേർഡിലേക്കിട്ട്, ഫോർത്തിലേക്കിട്ട്, ഫിഫ്ത്തിലേക്കിട്ട്, 6th ഗിയറിലുള്ള വണ്ടി. 24 കിലോമീറ്റർ സ്പീഡിൽ ഈ വണ്ടി 6th ഗിയറിലാണ് പോണത്. എന്നുവെച്ചാൽ ബാക്കിയുള്ള വണ്ടികൾ പോലെ നമുക്ക് ഗിയർ ലോക്കിംഗ് സിസ്റ്റം ഇല്ല, ഗിയർ ലോക്ക് ആവുന്നില്ല. നമുക്ക് ഏത് ഗിയറിൽ വേണം നമുക്കിട്ട് വണ്ടി മൂവ് ചെയ്യിപ്പിക്കും. അത് ശരിക്കും ഈ ഒരു ബെനലിയുടെ 600-നുള്ളൊരു പ്രത്യേകതയാണ്. 600iക്കും 600GTക്കും, GTയും iയും രണ്ടും ഒരേ എഞ്ചിൻ കേട്ടോ. അപ്പോൾ ഞാൻ GTനെ പറ്റി മാത്രം പറയാം. ഇതിനുള്ള മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, ഏത് ഗിയറിലും മൂവ് ആവും. അതുകൊണ്ടുള്ള മെച്ചം എന്താ പറയുക, എഞ്ചിൻ ചൂട് വളരെ കുറവായിരിക്കും. എഞ്ചിൻ ഹീറ്റ് വളരെ കുറവായിരിക്കും. ഇപ്പം കണ്ടോ, ഞാൻ 5th ലിറ്റർ പോയത്, 5th ലിറ്റർ ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി സാധാരണ പോലെ പോകാൻ തുടങ്ങി. ഇതൊന്നുമല്ല, നല്ല സ്പീഡിൽ പോകും. പക്ഷേങ്കിൽ ഈ സ്പീഡിൽ പോയിട്ട് റിവ്യൂ ചെയ്യുന്ന പരിപാടിയാണ് നിർത്തി. കേരളത്തിൻ്റെ പുറത്തൊക്കെയാണ് നമുക്ക് ഓക്കെ, പക്ഷെ കേരളത്തിനകത്ത് നമുക്ക് പാടില്ല. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി. അതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് ഓടിക്കാൻ ഭയങ്കര കംഫർട്ട് കൊടുക്കും. കാരണം കൈയൊക്കെ പോകുന്നുണ്ടോ ഈ ഒരു ലെവലിൽ, എന്ന് വെച്ചാൽ ഷോൾഡർ ഇങ്ങനെ മുമ്പോട്ടോ ബാക്കോട്ടോ ഒന്നുമല്ല, ഈ ഒരു ലെവലിലാണ് കൈ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷോൾഡർ പെയിൻ ഇല്ല. പിന്നെ വെയിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എത്ര സ്പീഡിൽ പോലും വണ്ടിക്ക് വൈബ്രേഷൻ ഇല്ല, ഒരു തരി പോലും വൈബ്രേഷൻ വരുന്നില്ല. അങ്ങനെ സ്മൂത്തായിട്ട് പൊക്കോളും. ഇത് 2015 മോഡലാണ്. ഏകദേശം ഒരു 5 വർഷത്തോളമായി ഇത് ഉണ്ടാക്കിയിട്ട്. പക്ഷേ റോഡുമിൽ ഇറങ്ങിയത് 2016 ശേഷമാണ്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പം എന്നിട്ട് വണ്ടിയുടെ ആ ഒരു നീറ്റ്നെസ് ഉണ്ടോ, വണ്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എൻജിൻ ചൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. ഇവിടെ നമുക്ക് ഈ എഞ്ചിൻ എത്ര ചൂട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 82 ഉള്ളത്, ഇവിടെ ചൂട് കാണിക്കും. അപ്പോൾ ഇത് 90 ആകുമ്പോൾ നമ്മുടെ മെല്ലെ ഈ രണ്ട് തുടയുടെ ഭാഗത്ത് ചൂട് വരാൻ തുടങ്ങും. 95 ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. 100 ആകുമ്പോൾ വണ്ടി ഓഫായി പോകും. പക്ഷേ ഈ ചൂട് വരുന്നത് ഒരിക്കലും നമ്മൾ റണ്ണിങ്ങിൽ നമുക്ക് ചൂട് വരില്ല.
വണ്ടി ഓടുന്നതനുസരിച്ചിട്ട് ചൂട് കുറയും. നേരെ മറിച്ച് നമ്മളെവിടെ നിർത്തിയിട്ടാൽ അല്ല ട്രാഫിക്കിലൊക്കെ പെടുമ്പോഴാണ് ചൂട്. പക്ഷേ ഈ ഒരു 600cc സെഗ്മെൻറ്റിൽ പിന്നെ ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടുകൊണ്ട് പറയുന്നതാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ റിവ്യൂസ് കണ്ടുകൊണ്ട് പറയുന്നതാണ്, ഏറ്റവും ചൂട് കുറഞ്ഞ എഞ്ചിൻ ചൂട് കുറഞ്ഞ വണ്ടി ഇതാട്ടോ. അപ്പോൾ ഹാർലിയൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ പറയണ്ട, ഇതൊക്കെ പൊള്ളി പണ്ടാരടങ്ങിയിട്ടുണ്ടാവും. വളരെ പതുക്കെ, സാധാരണ വണ്ടികൾ ഒരു വലിയ സ്പീഡിലൊക്കെ പോകുമ്പോൾ എഞ്ചിൻ്റെ മുരൾച്ചയാണ്. നമുക്കിത് വളരെ പതുക്കെ, ഇപ്പോൾ 67 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ പോകുന്നത്. ഈ 67 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വളരെ കൂളായിട്ട് കൈയൊക്കെ വിട്ട് നല്ല സ്മൂത്തായിട്ട് ആ ഒരു എഞ്ചിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് പോകാം. പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കും, കാരണം ഈ വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് എങ്ങനെയാണ്. ഈ സൂപ്പർ ബൈക്സിൻ്റെ പ്രത്യേകിച്ച് ഒരു വണ്ടിയുടെ സൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസം അത്. പിന്നെ ഇത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ടേണിങ്ങിലൊക്കെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ചെരിച്ചെടുക്കാം കേട്ടോ, സ്കിഡാവുന്ന പേടിയില്ല. പിന്നെ അതിലൊരു കാര്യം കൂടി ഉണ്ട്, ഇതിൻ്റെ ഹാൻഡിൽ ബാർ ലോക്കാണ്. എന്ന് വെച്ചാൽ ഹാൻഡിൽ ബാർ നമ്മുടെ സാധാ ബൈക്സ് പോലെ ഫുള്ളായിട്ട് ഓടിക്കാമെങ്കിൽ ഒരു മീഡിയം ലെവലിൽ മാത്രമേ ഒടിഞ്ഞു കിട്ടും. അപ്പോൾ അതന്നെ നമ്മൾ നിർത്തിയിട്ട് വണ്ടി തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാ വണ്ടി പോലെ നമുക്ക് പെട്ടെന്ന് എടുത്ത് തിരിച്ച് കയറ്റാൻ കഴിയില്ല. ഒരുപാട് തവണ മുമ്പോട്ടും ബാക്കോട്ടും ആക്കി കാറൊക്കെ ഓടിക്കുന്നതിൽ ഓടിക്കേണ്ടി വരും. അത് കമ്പനി അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നത്. ഇത്രയും CC ഇത്രയും പവറുള്ള ഒരു വണ്ടിയല്ലേ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രാഫിക്കിനൊക്കെ നമ്മളിങ്ങനെ കട്ടിങ്ങേ വെട്ടിങ്ങേ കളിക്കും. അപ്പോൾ അങ്ങനെ ഒരു പാമ്പ് പോകുന്ന പോലെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇതെടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ട്രാഫിക്കിൽ സാധാരണ കാറൊക്കെ എടുത്ത് പോകുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട്. പിന്നെ ഈ വണ്ടി ഒരിക്കലും നമുക്ക് മീൻ വാങ്ങാൻ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയല്ല. കാരണം മൈലേജ് ഇല്ല. 17-18ഒക്കെയാണ് ഇതിന് മൈലേജ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 310 ഇതിൽ ഞാൻ പറഞ്ഞില്ലേ മീനൊക്കെ വാങ്ങാൻ പോകുമ്പോൾ എടുക്കാമെന്ന്. അപ്പോൾ 20 കിലോമീറ്റർ പിന്നെ ഒരു മീൻ വാങ്ങാൻ പോകണമെന്നുണ്ട്. 10 കിലോമീറ്റർ ലെങ്ത്തിൽ മീൻ വാങ്ങാൻ പോകണമെങ്കിൽ 80 റുപ്യ എണ്ണ അടിക്കേണ്ടി വരും. അത്രയും മൈലേജ് ഉള്ളൂ. അപ്പോൾ മീൻ വാങ്ങാൻ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ വണ്ടിയല്ല കേട്ടോ. പിന്നീട് സ്ഥിരമായിട്ട് കാറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, കാറിൽ എണ്ണയടിച്ച് ആ ഒരു മൈൻഡിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ പെട്രോൾ ചിലവ് അറിയില്ല. നിലവിൽ നമുക്ക് അവൈലബിൾ ആയതിൽ വെച്ചിട്ട് 600cc സെക്ഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ വിലക്ക് നല്ലൊരു വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ അധികം സൂപ്പർ ബൈക്സ് ഒക്കെ നമുക്ക് എടുത്ത് പോകുന്ന ഒരു സുഖമുണ്ട്. നമ്മളൊരു 600cc വണ്ടി ആ ഒരു സൗണ്ടിൽ ആ ഒരു പവറുള്ള വണ്ടി ഫുൾ റൈഡിങ് ഗിയേഴ്സൊക്കെ ഇട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഫീൽ വരാണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് ഒക്കെ പോകണം, വണ്ടിയൊക്കെ എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് ആട്ടോ, ചെറിയ പൈസയുള്ളൂ. പിന്നെ ഇത് ഭയങ്കര റെയറാണ് ഈ വണ്ടി. റെയർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല 2015-16 പ്രൊഡക്ഷൻ നിർത്തി വെച്ചൊരു വണ്ടി. ആ 2 വർഷം മാത്രമേ ഈ വണ്ടികൾ നിർമ്മിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അധികം നമ്പേഴ്സ് അവൈലബിൾ അല്ല, കുറച്ച് വണ്ടികൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ എനിക്ക് തോന്നുന്നു 2-3 വണ്ടികളെങ്ങാണ് കേരളത്തിലുള്ളൂ. ഇതിപ്പോൾ കർണാടക രജിസ്ട്രേഷനാണ്. പിന്നെ നമ്മുടെ അരുൺ സ്മോക്കിയുടെ കയ്യിൽ ഒരെണ്ണമുണ്ട്, അത് കേരളയാണ്. വേറെ ഏതൊരു വണ്ടി അതേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ പുതിയ വണ്ടി ഇറങ്ങുന്നില്ല GT-ൻ്റെ. ഇനി ഫ്യൂച്ചറിലോ മറ്റോ വന്നാലായി. പിന്നെ ഇപ്പം ബെന്നലിയുടെ തന്നെ ഒരു 502 എന്ന് പറഞ്ഞൊരു വണ്ടി ഇറങ്ങുന്നുണ്ട്. അത് എന്താ അതിനെപ്പറ്റി പറയാം. ഇപ്പോൾ ഈ വണ്ടിയുടെ വെയിറ്റ് ആ വണ്ടിയുണ്ട്, പക്ഷേ ഈ വണ്ടിയുടെ പവർ ആ വണ്ടിക്കില്ല. അപ്പം നിങ്ങൾ ഊഹിച്ചാൽ മതി എന്തായിരിക്കും. ഇപ്പോൾ 600cc 4 സിലിണ്ടർ എഞ്ചിന് നമ്മൾ 200, 240, 250 കിലോ വെയിറ്റ്. ആ വണ്ടിയും സെയിം വെയിറ്റ് സെയിം ഹൈറ്റ്, പക്ഷേങ്കിലോ അത് 500cc സാധാ ട്വിൻ സിലിണ്ടർ 500cc എഞ്ചിനും. നമ്മളിപ്പോൾ LKG കുട്ടികളുടെ തലയിൽ നമ്മൾ ചുമടെടുത്ത് വെച്ച് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര സമയം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ ഓഫ് റോഡ് കയറുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് PW നമുക്ക് ഇവിടെ ഓഫ് റോഡ് കയറാനുള്ളൊരു ചാൻസ് ആക്കി തരുന്നുണ്ട്. ഞാനെങ്ങനെ ഓഫ് റോഡ് കയറാൻ അറിയാമോ? വളരെ സിമ്പിളായിട്ട് എഴുന്നേറ്റൊക്കെ നിൽക്കും കേട്ടോ. വളരെ സ്മൂത്താണ്. നമുക്ക് ആക്സിലേറ്ററൊക്കെ വളരെ കൂളായിട്ട് പോകും. നമ്മളൊന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ ഒരു കൈ വിട്ടിട്ടോ വണ്ടി നല്ല കൺട്രോളാണ്. കാരണം ഈ ഹാൻഡിൽ ബാർ കറക്റ്റ് ഷേപ്പിൽ പൊന്തിയിട്ടുള്ളത് മേലെ വശത്താണ് ഹാൻഡിൽ ബാർ വരുന്നത്. അപ്പോൾ നമ്മളതിന് ഓഫ് റോഡ് കയറുമ്പോൾ നിന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. ഞാൻ നല്ല ഹൈറ്റുണ്ട് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. ഈ നല്ല ഹൈറ്റിൽ എനിക്ക് തന്നെ ഇത്ര കംഫർട്ടാണെങ്കിൽ ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ എത്ര കംഫർട്ട് ഉണ്ടാവും. ആ ചളിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കഴുകാൻ വേണ്ടി ഒരു വെള്ളം വെച്ചിട്ടുണ്ട്. PWD താങ്ക്സ്. ചടിയിലേക്കൂടെ വന്ന വണ്ടി കഴുകാൻ വേണ്ടി ഇവിടെ ഒരു കോളാക്കി തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബെനലി 600 GTയുടെ വിശേഷങ്ങൾ.
ഇതിൻ്റെ സർവീസ് നമുക്കുള്ളത് ഇപ്പം എറണാകുളത്താണ്. ഇപ്പം മെയിനായിട്ട് നമുക്ക് കണ്ണൂർ ഭാഗത്തു നിന്നുള്ളവർക്ക് എറണാകുളത്താണ് സർവീസ് ഉള്ളത്. പിന്നെ കുറച്ചും കൂടി അടുത്തായിട്ട് നമുക്ക് മൈസൂർ. ഞാൻ മൈസൂരൊക്കെയാണ് പോകാറ്, കാരണം നല്ല റോഡാണ്. ഇവിടുന്ന് മൈസൂരൊക്കെ കർണാടകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ലാതെ നമുക്ക് കൂളായിട്ട് എത്താൻ പറ്റും. 150 കിലോമീറ്റർ ഓടിയാൽ മതി. പക്ഷേ ഇവിടുന്ന് എറണാകുളം എത്തുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഫുള്ള് ട്രാഫിക്കും അതും ഇതും. കേരളത്തിലെ റോഡിലേക്ക് കൂടി ഇതുപോലുള്ള വണ്ടികൾ എടുത്തു പോകാൻ കുറച്ച് കഷ്ടപ്പാട് കേട്ടോ. നേരെ മറിച്ച് കേരളം വിട്ട് കഴിഞ്ഞ് നമുക്ക് നല്ല നല്ല റോഡ് കിട്ടും. അതുകൊണ്ടാണ് കർണാടകം ചൂസ് ചെയ്യുന്നത്. പിന്നെ സർവീസ് കോസ്റ്റും വളരെ കുറവാണ്. നിങ്ങൾ വിചാരിച്ച പോലെ വലിയ സർവീസ് ചാർജൊന്നും ഇല്ല. മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് വളരെ ചീപ്പാണ്. ഇവരിപ്പം കോഴിക്കോട് അങ്ങാണ്ട് പുതിയ ഷോറൂം ഓപ്പൺ ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മൈസൂരിൽ നിന്നാണ് സർവീസ് ചെയ്തത്. ലാസ്റ്റ് വരുമ്പോൾ വണ്ടി വാങ്ങിയിട്ട് ഈ വണ്ടി ആദ്യം ഉപയോഗിച്ച വ്യക്തി ഒരു 7 മാസത്തോളം കയറ്റിയിടുന്നു. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ഞാൻ കൊടുക്കണമെന്ന് എനിക്ക് സമയം കിട്ടാനാണ്. ബാക്കിയൊക്കെ നീറ്റാണ്, തട്ടോ മുട്ടോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 14,100 കിലോമീറ്റർ ഓഡോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാനിത് എടുത്തതിന് ശേഷം ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ അഴിച്ച് ഷോറൂമിലെല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ ആക്സറീസൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ വണ്ടി ഒന്ന് ഡീറ്റെയിൽ ചെയ്യണം. ഫ്രണ്ടും ബാക്കും ബ്രേക്ക് പാഡൊക്കെ പുതിയതാണ്, ടയറൊക്കെ പുതിയ ഇട്ടതാണ്. അപ്പോൾ കുറച്ച് പൈസ ഇതിനുള്ള കയറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കൊരു കംഫേർട്ട് വേണ്ട, നമുക്കൊരു സുഖം വേണ്ട അല്ലേ. പിന്നെ GTക്ക് ഇവിടെ ഒരു സൈഡ് ബോക്സ് ഉണ്ട്. ഗ്രാൻഡ് ടൂറാകുമ്പോൾ അറിയാമല്ലോ, നമുക്ക് സൈഡ് പെട്ടി ഉണ്ട്. അപ്പോൾ പെട്ടി കൊടുക്കുന്ന ബോൾട്ട്, 8 ബോൾട്ടിൻ്റെ ഇതാണ് കണക്ഷൻ ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് വരും 2 സൈഡും ഓരോ ബോക്സ് വരും, പാനിയേഴ്സ് വരും. അതുപോലെ ബാക്കിൽ ടോപ്പ് ബോക്സ് കേട്ടോ. ടോപ്പ് ബോക്സ് നമുക്ക് ഫിക്സ് ചെയ്യാം. പക്ഷേ പാനിയേഴ്സ് കമ്പനിയിൽ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഓരോ ക്വാളിറ്റി, ഓരോ നെട്ടും ബോൾട്ടും ഒക്കെ ഭയങ്കര ക്വാളിറ്റി കൂടുതലാണ്. ബെനലി എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഏറ്റവും പ്രത്യേകതയാണ് അതിൻ്റെ ഓരോരോ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി കൂടുതലാണ്. അതിൽ അവർ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് തന്നെ കണ്ടോ, വലിയ കമ്പനി നമ്മളൊക്കെ ഉറപ്പിച്ചിട്ടുള്ളത്. പ്രൊഡക്റ്റൊക്കെ നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് ശരിക്കും അവർ ഒരു പ്രത്യേക ബ്രാൻഡിന് മുകളിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് പുറകെ പോകുന്നു എന്നേ ഉള്ളൂ. ആരും അങ്ങനെ ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് നോക്കാറില്ല, അതാണ് പ്രശ്നം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. മൈലേജ് ഒരു 18-19 മൈലേജ് കിട്ടും. സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ഫൈനൽ പറഞ്ഞിട്ട് ഞാനിത് വണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം വീട് പണിയൊക്കെ തുടർന്ന സ്ഥിതിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിത് കൊടുക്കും. അപ്പം പിന്നെ ഇൻഷുറൻസ് ഒക്കെ 2020 മാർച്ച് വരെ 21 മാർച്ച് വരെ ഇൻഷുറൻസ് ഉണ്ട്. സീരിയസ് ബയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടിരാം. പിന്നെ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ വേറെ എന്താ പറയുക, ഒരുപാട് നന്ദി, സപ്പോർട്ടിന് ഒരുപാട് നന്ദി. പിന്നെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എല്ലാവരോടും ഒരിക്കൽ കൂടി സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.